ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇപ്പം ഞാൻ അയർലൻഡിലാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ സ്നോഫാൾ കാണുന്നത്. അപ്പോൾ സ്നോഫാളിന് വണ്ടി എടുത്ത് ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാണ്. ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഗ്ലെനേഡ് ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മൗണ്ടെയിനും ലേക്ക് എല്ലാം കൂടെ ഉള്ള സ്ഥലമുണ്ട്. അവിടെ കാണാൻ വേണ്ടി പോവാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളിപ്പോൾ പോകുന്ന റൂട്ടാണ് ഈ കാണുന്ന. രണ്ട് സൈഡും മഞ്ഞൊക്കെ വീണ് മരങ്ങളൊക്കെ ഒരു വെള്ള കളറിലാണ് കാണുന്നത്. ഈ അയർലൻഡിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം ഈ റൂട്ട് സെയിം റൂട്ട് വന്നാലും വേറെ വേറെ രീതിയിലായിരിക്കും നമുക്ക് ഈ മരമായാലും ശരി റോഡായാലും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ റോഡിലും മഞ്ഞൊക്കെ വീണ് കിടക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, മാന് നടന്നു പോയതിൻ്റെ ഒരു ഫുട് പ്രിൻ്റ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. മാനുകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. സാധാരണ ലേറ്റ് നൈറ്റിലൊക്കെ ഇത് റോഡിൽ ഇറങ്ങാറുണ്ട്. അപ്പം നമുക്ക് വാർണിംഗ് ഒക്കെ ഉണ്ട്, സ്പീഡിൽ പോകരുതെന്ന്. വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ അതിനും പ്രശ്നമാണ്. നമ്മുടെ വണ്ടിയുടെ ബോണറ്റൊക്കെ പൊളിഞ്ഞു പോകത്തേ ഉള്ളൂ. നമ്മൾ പോകുന്ന വഴിയിൽ ഉള്ള മൗണ്ടെയിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ്. ഇന്നലെ രാത്രിയിലത്തെ സ്നോഫോളിൽ ശരിക്കും ഫുള്ള് മഞ്ഞ് വീണ് ഇപ്പോൾ ഫുള്ളായിട്ട് വേറെ കളറിലാണ് നമുക്ക് കാണാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീനിലാണ് മിക്ക മൗണ്ടെയിനും ഉള്ളത്. സൂര്യൻ ആ മേഘത്തിനകത്ത് തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ പ്രകാശമൊക്കെ അടിച്ചിട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മൗണ്ടെയിൻ കാണാൻ വേണ്ടി ഇരിക്കുന്നത്. ഫ്രണ്ടിലാണ് ഫുള്ള് മഞ്ഞൊക്കെ വീണ്. ഇതുവഴി ഒത്തിരി വണ്ടിയൊന്നും പോകാത്ത റൂട്ടാണെന്ന് തോന്നുന്നത്. എല്ലാവരും ഇന്ന് റെസ്റ്റ് എടുക്കുന്ന ദിവസമാണെന്ന് തോന്നുന്നു. കാരണം മഞ്ഞത്ത് വണ്ടി ഓടിക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും. നമുക്ക് ഒതുക്കാൻ വേണ്ടി സ്ഥലങ്ങൾ വളരെ കുറവാണ്. നല്ലൊരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈഫിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചൊന്നുമല്ല. വെള്ളയും പിന്നെ സൂര്യപ്രകാശമൊക്കെ അടിച്ച് വേറെ ഒരു രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് റിസ്ക്കാണ് ഇവിടെ വണ്ടി ഓടിക്കാൻ. നമ്മളപ്പോൾ അതനുസരിച്ച് ഗിയറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം ഇത് ഓടിക്കാൻ. ഞാനും ആദ്യമായിട്ടാണ് സ്നോയിൽ ഓടിക്കുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇച്ചിരി സ്പീഡ് കൂടിയാൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെറുകെ പോകുന്നത്. ഞാൻ വണ്ടി നൈസായിട്ടൊന്ന് സൈഡാക്കി. ആൾത്തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണിത്. അങ്ങനെ വണ്ടി വരവ് അങ്ങനെ ഇല്ല. ഒന്നോ രണ്ടോ വണ്ടി വന്നാലേ ഉള്ളൂ. ഈ വഴി കൂടെയാണ് ഞാൻ വന്നത്. ഈ കാണുന്ന ലാൻഡ് എല്ലാം ചുമ്മാ കിടക്കുകയാണ്. ഇവിടെ ഒരു കുഞ്ഞു പോലും ഇല്ല. സാധാരണ ആടുകളൊക്കെ പുല്ല് തിന്നാൻ വേണ്ടി ഇറങ്ങുന്നൊരു ടൈമൊക്കെയാണ്. ഇവിടുത്തെ ആൾക്കാർ ഓൺ ചെയ്ത കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവർ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ആടിനെ തീറ്റാൻ വേണ്ടിയിട്ടും പിന്നെ പുല്ല് വളർത്തിയിട്ട് അത് സെയിൽ ചെയ്യാനും അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഇവിടുത്തെ ലാൻഡുകൾ യൂസ് ചെയ്യുന്ന. ലേക്കൊക്കെയാണ്. ഇനി നമുക്ക് മൗണ്ടെയിൻ കാണാൻ പോകണം. അവിടെ ചെല്ലുമ്പോൾ ഇതേപോലെ തന്നെ എന്താ പറയുന്നത്, മഞ്ഞുണ്ടാവില്ലയോ എന്നറിയത്തില്ല. മഞ്ഞുണ്ടാവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയൊക്കെ. ആയിട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്നോ വീണോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വളരെ കെയർഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വില്ലേജിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. സാധാരണ ഈ സ്നോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലല്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും എൻജോയ് ചെയ്യുന്നൊരു ടൈപ്പാണ്. മിക്ക ഏരിയ കൂടെ പോകുമ്പോഴത്തേനും ഫാമിലി ആയിട്ട് എല്ലാവരും വെളിയിറങ്ങി നിൽക്കുന്നു, സ്നോയിൽ കളിക്കുന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെളിയിലിറങ്ങിയിട്ട് സ്നോയിൽ കളിക്കുന്ന, സ്നോ ബോൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ കുറേ പരിപാടികളൊക്കെയാണ്. മൗണ്ടെയിൻ കാണാൻ വന്നിട്ട് തൊട്ടടുത്ത് വരെ എത്തി. ഭയങ്കര സ്നോയാണ്. സ്നോ വീണുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടി. എനിക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കും. എൻ്റെ തലയിലൊക്കെ സ്നോയൊക്കെ വീണ് മിക്കവാറും 2 ദിവസത്തേക്ക് ഞാൻ പനിച്ച് കിടക്കുമെന്ന് തോന്നുന്നു. ഞാൻ വന്ന വഴിയൊക്കെ ഉണ്ട. ഇപ്പോൾ വന്ന വഴിക്ക് ഒരു ട്രാക്ടർ ഓപ്പോസിറ്റ് വന്ന് ഞാൻ ഓർത്ത് തീർന്നു. കാരണം ഇത് ഒട്ടും വീതിയില്ല, കറക്റ്റ് ഒരു കാറിന് പോകാനുള്ള വീതിയേ ഉള്ളൂ. പിന്നെ അവൻ എങ്ങനെയൊക്കെയോ സൈഡിൽ ഒതുക്കി തന്നിട്ട് നമ്മളെ കയറ്റി വിട്ട്. കാണുന്നതൊക്കെ ഫോറസ്റ്റ് പോലത്തെ ഏരിയയാണ്. ഇവിടെങ്ങും മനുഷ്യനൊന്നും ഉള്ളതായിട്ട് തോന്നുന്നേ ഇല്ല. റോഡിൽ നല്ലപോലെ മഞ്ഞൊക്കെ വീണ് കിടക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു അര മിനിറ്റ് ആയിട്ടുള്ളൂ വെളി ഇറങ്ങിയിട്ട്. എൻ്റെ ദേഹത്ത് ഇത്ര മഞ്ഞ് വീണു, അതുപോലെ മഞ്ഞ് വീണോണ്ടിരിക്കുകയാണ്. എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ.
നമ്മളങ്ങനെ ഗ്ലെനേഡ് ലേക്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇത് മൗണ്ടൈൻ ലേക്കും കൂടെ ചേരുന്ന ഒരു ഏരിയയാണ്. നല്ല രസമായിട്ട് കാണാൻ. ഇപ്പോൾ നമ്മുടെ എന്താ പറയണേ, മൂടൽമഞ്ഞ് കയറിയിട്ട് അത്ര വിസിബിൾ അല്ല. പക്ഷെ ഞാൻ വന്ന സമയത്ത് കുറച്ച് സൺലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു മൗണ്ടെയിനും ഈ ലേക്കും കൂടെ ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ ലേക്കിലേക്കുള്ള ആ വഴി. ഈ കാണുന്ന എല്ലാം മൗണ്ടെയിനാണ് കേട്ടോ. സൺലൈറ്റ് പോയപ്പോഴത്തേന് ക്ലിയർ അല്ല. ഞാനും ഭയങ്കര വിഷമമായി പോയി. കാരണം ആ സൺലൈറ്റ് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഓർത്തു പിന്നെയും റെഡി ആകുമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ സൺലൈറ്റ് പോയി. എൻ്റെ ബാഡിലേക്ക് ഞാൻ 2 ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് സൺലൈറ്റ് പോയി. അതുകൊണ്ട് അത്ര ക്ലിയർ അല്ല ഈ മൗണ്ടെയിന്. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് സൺലൈറ്റ് വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ മൂടൽമഞ്ഞ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇരുട്ടൂടെ വീഴും. ഇത്രയും പോലും വിസിബിൾ അല്ലായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും. വന്ന ടൈമിൽ തന്നെ വീഡിയോ എടുത്താൽ മതിയായിരുന്നു. ഒരു 5 മിനിറ്റ് അത്ര ഉള്ളായിരുന്നു ആ സൺലൈറ്റ്. പെട്ടെന്ന് പോയി. ഞാനും അത്ര പെട്ടെന്ന് സൺലൈറ്റ് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. കുഴപ്പമില്ല, ഞാൻ ഒരു പ്രാവശ്യം കൂടെ വന്നിട്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ വ്യൂ ശരിക്കും വിസിബിൾ ആയാലും എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഇന്നലെ നമ്മൾ ഗ്ലെനേഡ് ലേക്കും മൗണ്ടെയിനും കാണാൻ പോയി. പക്ഷേ സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടിയിട്ടില്ലായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊന്നുകൂടെ പോയിട്ട് കാണുമെന്നുള്ളത്. ഇന്നലത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 4 ഇന്ന് ജനുവരി 5. ഇന്ന് നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല സൺലൈറ്റ് ഉണ്ട്. അതുപോലെ ഇന്നും സ്നോ വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ അത്ര വീണിട്ടില്ല. പക്ഷേ ഇന്ന് കുറച്ചുകൂടെ രസമുണ്ട് മൊത്തത്തിൽ കാണാൻ വേണ്ടി. റോഡായാലും അത്യാവശ്യം ക്ലീനാണ്. പിന്നെ മലകളെല്ലാം മഞ്ഞിൽ തന്നെ പുതഞ്ഞ് കിടക്കുന്നൊരു വ്യൂ ആണ്. സൺലൈറ്റും അടിക്കുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ തിരിച്ച് ഞാൻ ഗ്ലെനേഡ് ലേക്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വ്യൂ. ഫുള്ള് മൂടൽ മഞ്ഞ് കയറിയിട്ട് സൺലൈറ്റും ഇല്ലാതെ നമുക്കൊന്നും ക്ലിയർ അല്ലായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയല്ല, നല്ല സൺലൈറ്റ് ഉണ്ട്. നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ലേക്കും കാണാൻ പറ്റും, മൗണ്ടെയിനും കാണാൻ പറ്റും. നമുക്ക് ലേക്കിലേക്ക് കുറച്ചങ്ങോട്ട് ഇറങ്ങി നടക്കാനുള്ള സ്പേസൊക്കെ ഇട്ടിട്ടുണ്ട്. തന്നെയൊക്കെ വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. തെന്നിപ്പോയി കഴിഞ്ഞാൽ രക്ഷിക്കാൻ ആരും കാണൂല, മുങ്ങിച്ചാവത്തേ ഉള്ളൂ. ഈ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ 2 രീതിയിലായിരിക്കും നമ്മൾ മരിക്കുന്നത്. ഒന്ന് വെള്ളം കുടിച്ചും ഒന്ന് തണുത്തുമായിരിക്കും മരിക്കുന്നത്. ചില രാജ്യത്തൊക്കെ ലേക്കൊക്കെ നല്ല സ്നോ ടൈമിൽ ഫ്രീസ് ആവാറുണ്ട്. ഇതത്ര ഫ്രീസായിട്ടൊന്നും ഇല്ല. നിങ്ങൾക്ക് കാണാം, ഓളമൊക്കെ വരുന്ന കാണാം. ഈ ഒരു ലേക്കിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഇതിൻ്റെ 3 സൈഡിൽ നിന്നും മല വന്ന് ഈ ലേക്കിനോട് ചേരുന്ന ഒരു വ്യൂ ആണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അത്യാവശ്യം ഫാമിലി ആയിട്ട് നമുക്ക് ഒന്നെങ്കിൽ സൺലൈറ്റ് വന്നതിന് ശേഷം മോർണിംഗ് വന്നാലും, പിന്നെ സൺസെറ്റിൻ്റെ സമയത്ത് ഇവിടുത്തെ ടൈം വെച്ച് നോക്കുമ്പോൾ ഒരു 2 മണിക്ക് ആകുമ്പോഴത്തേനും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാലും അത്യാവശ്യം ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു വ്യൂ പോയിൻ്റാണ് ഈ ഗ്ലെനേഡ് ലേക്ക് എന്ന് പറയുന്നത്. ഈ ഗ്ലെനേഡ് ലേക്ക് എന്ന് പറയുന്നത് മനാഹമിട്ടൻ്റെ തൊട്ടടുത്താണ്. സ്ലൈഗോയിൽ നിന്നും നമുക്ക് അടുത്താണ്. എക്സാക്റ്റ് ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ഞാൻ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയുമ്പോഴത്തേനും കറക്റ്റ് ഒരു പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ വന്നിട്ട് കുറച്ചായിട്ടുള്ള പേരൊക്കെ പറഞ്ഞ് പഠിച്ചൊക്കെ വരുന്നേ ഉള്ളൂ. ഇതാണ് വ്യൂ എന്ന് പറയുന്നത്. കാണുന്നൊരു മല, മൗണ്ടെയിൻ നല്ല വിസിബിൾ ആയിരുന്നു. നല്ല രസമായിരുന്നു കാണാനൊക്കെ. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, അത് മൂടൽമഞ്ഞ് കയറിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെയാണ്. നമ്മുടെ ലെക്ക് പോലെ ഇരിക്കും നമുക്ക് വ്യൂ കാണാൻ പറ്റൂല്ലോ എന്നുള്ളത്. സമ്മർ ആകുമ്പോഴത്തേനും ഇത് വേറെ രീതിയിലായിരിക്കും ഇത് ബ്യൂട്ടിഫുൾ ആവുന്നത്. അന്നേരം ഞാൻ വേറൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓരോ സമയത്തും ഓരോ രീതിയിൽ ഓരോ വ്യൂവിലാണ് ഈ ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഗ്ലെനേഡ് ലേക്കിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് എടുത്തത്. ഇന്നലെ, അതായത് ജനുവരി 4
വീഡിയോ എടുക്കാൻ വന്ന് ചീറ്റിപ്പോയി. ഞാൻ വിചാരിച്ച പോലെ സൺലൈറ്റിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ വന്നിട്ട് നമ്മുടെ വ്യൂ പോയിൻ്റ് വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. കയറിയുള്ളത് ഇപ്പോൾ 2 മല ഫുള്ളായിട്ട് മൂടൽമഞ്ഞ് കയറി മറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ശല്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയൊക്കെ വരികയാണെങ്കിൽ അബദ്ധം പറ്റിയുള്ള സാഹചര്യമുണ്ട്. ഇന്നലെ എനിക്ക് അങ്ങനെ പറ്റി. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കിലോമീറ്റർ ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്നെ വലിയൊരു മല കുത്തി കയറ്റം ഇറക്കമുള്ള മലയൊക്കെയാണ് കൊണ്ടുവന്നത്. അതും ഇന്നലെ അതുപോലെ മഞ്ഞുള്ള സമയത്ത്. ഞാൻ ആദ്യമായിട്ടാണ് സ്നോയിലൊക്കെ വണ്ടി ഓടിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇത്ര അബദ്ധം പറ്റാനില്ല. ഒത്തിരി റിസ്ക് എടുത്താണ് ഇന്നലെ ഇവിടം വരെ എത്തിയത്. പക്ഷേ ഇവിടുന്ന് ഒരു 50 മീറ്റർ ദൂരെ ഉള്ളായിരുന്നു വേറൊരു മെയിൻ റോഡ്. അതുവഴി വരുവാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ഇവിടെ എത്തിയതിനായിരുന്നു. അതെനിക്ക് തിരിച്ചു പോയപ്പോഴാണ് മനസ്സിലായത്. ഞാൻ കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു വഴി കിടന്നിട്ട് കുഞ്ഞു വഴി കൂടെ, അതും ട്രാക്ടറൊക്കെ പോകുന്ന വഴി കൂടെയാണ് ഞാൻ കാർ ഓടിച്ച് ഇന്നലെ അവിടെ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കണം. നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി ലൊക്കേഷൻ ഇടുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് തൊട്ടടുത്തൂടെ വലിയ വഴി പോകുന്നുണ്ടെങ്കിൽ ആ വലിയ വഴി കൂടെ വന്നിട്ട് ഈ ലേക്കിലോട്ട് വരാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ എന്നെ പോലെ നിങ്ങളും പെടും. ലൈറ്റൊക്കെ പോയി ഇന്നലത്തെ സെയിം അവസ്ഥയാണ്. മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. എന്നെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മഴയായിരുന്നു, ഇപ്പം മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഈ വീഡിയോയ്ക്ക് ഉണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ